കോഴിക്കോട് താമരശ്ശേരി കട്ടിപ്പാറയിൽ അറവു മാലിന്യ സംസ്കരണ കേന്ദ്രത്തിനെതിരായ നാട്ടുകാരുടെ പ്രതിഷേധത്തിനിടെ പോലീസ് ലാത്തി ചാർജ്. അറവു മാലിന്യ സംസ്കരണ കേന്ദ്രത്തിൽ സമരക്കാർ തീയിട്ടു. ഷബീറുണ്ട് ഇപ്പോൾ വാർത്തയുടെ വിവരങ്ങൾ നൽകാൻ. ഷബീർ, എങ്ങനെയാണ് അവിടുത്തെ സാഹചര്യം? സംഘർഷ സാഹചര്യമാണോ? വർഷ, നിലവിൽ സംഘർഷാവസ്ഥ നിലനിൽക്കുകയാണ്. വലിയ തരത്തിൽ പോലീസും സമരക്കാരും തമ്മിൽ ഏറ്റുമുട്ടൽ നടക്കുകയാണ്. കോഴിക്കോട് റൂറൽ SP അടക്കം നിരവധി പോലീസുകാർക്ക് പരിക്കേറ്റിട്ടുണ്ട്. മറ്റൊന്ന് പ്രധാനപ്പെട്ട കാര്യം, ഈ അറവ് മാലിന്യ സംസ്കരണ കേന്ദ്രത്തിന് ഈ പ്രതിഷേധക്കാർ തീയിട്ടിട്ടുണ്ട്. അതിപ്പോൾ അണയ്ക്കാനുള്ള ശ്രമങ്ങൾ നടന്നു വരുന്നേയുള്ളൂ. എന്തായാലും ഇന്ന് രാവിലെയാണ് ഈ കട്ടിപ്പാറ അമ്പായത്തോടിന് സമീപം പ്രവർത്തിക്കുന്ന കോഴി അറവ് മാലിന്യ സംസ്കരണ കേന്ദ്രത്തിനെതിരെ നാട്ടുകാരുടെ പ്രതിഷേധം, അനിശ്ചിതകാല സമരം തുടങ്ങിയത്. നേരത്തെയും പ്രതിഷേധങ്ങൾ ഉണ്ടായിരുന്നു. ഇടക്കാലത്ത് ഇതിന്റെ പ്രവർത്തനം താൽക്കാലികമായി നിർത്തിവെച്ചിരുന്നു. വീണ്ടും പ്രവർത്തനം പുനരാരംഭിച്ചപ്പോഴാണ് നാട്ടുകാർ പ്രതിഷേധം ശക്തമാക്കിയത്. ഈ പ്രതിഷേധമാണ് ഇപ്പോൾ അക്രമാസക്തമായിരിക്കുന്നത്. സ്ത്രീകളും കുട്ടികളും ഉൾപ്പെടെയുള്ളവർ ഈ പ്രതിഷേധത്തിന്റെ ഭാഗമായിരുന്നു. രാവിലെ മുതൽ ഇവിടെ ഈ ഉപരോധം എന്ന നിലയ്ക്ക് ആ ഫ്രഷ് കട്ട് അറവ് മാലിന്യ സംസ്കരണ കേന്ദ്രത്തിന് മുന്നിൽ കുത്തിയിരുന്നായിരുന്നു നാട്ടുകാരുടെ പ്രതിഷേധം. അല്പം മുമ്പാണ് ഇതൊരു സംഘർഷത്തിലേക്ക് നീങ്ങിയത്. അല്പം മുമ്പ് ഈ ഫ്രഷ് കട്ട് അറവ് മാലിന്യ സംസ്കരണ കേന്ദ്രത്തിലൊരു വാഹനം ഇവിടേക്ക് വരികയും ഇത് പ്രതിഷേധക്കാർ തടയുകയും ചെയ്തു. പിന്നാലെ ഈ വാഹനത്തിന് നേരെ പ്രതിഷേധക്കാർ കല്ലെറിഞ്ഞു. പോലീസിന് നേരെയും കല്ലേറുണ്ടായി. ഇതിനിടെ താമരശ്ശേരി CI അടക്കമുള്ള പോലീസ് ഉദ്യോഗസ്ഥർക്ക് പരിക്കേറ്റു. പോലീസ് ടിയർ ഗ്യാസ് പ്രയോഗിച്ചു. ഇതിന് പിന്നാലെയാണ് ഈ പ്രതിഷേധക്കാരിൽ ചിലർ ഫാക്ടറിക്ക് സമീപം ഈ അറവ് മാലിന്യ സംസ്കരണ കേന്ദ്രത്തിനകത്ത് കയറി ഈ സംസ്കരണ കേന്ദ്രത്തിന് തീയിട്ടത്. അപ്പോൾ തീ ഇപ്പോഴും കത്തിക്കൊണ്ടിരിക്കുകയാണ്. അവിടേക്ക് ഫയർഫോഴ്സ് ഉൾപ്പെടെയുള്ളവർ എത്തുന്നതേ ഉള്ളൂ എന്നാണ് ഇപ്പോൾ ലഭിക്കുന്ന വിവരം. എന്തായാലും വലിയ തരത്തിലുള്ള സംഘർഷാവസ്ഥ നിലനിൽക്കുന്നു. കൂടുതൽ പോലീസുകാർ സ്ഥലത്തേക്ക് എത്തുന്നു. റൂറൽ SP അടക്കമുള്ള ഉന്നത പോലീസ് ഉദ്യോഗസ്ഥരും സ്ഥലത്ത് ക്യാമ്പ് ചെയ്യുന്നുണ്ട്. ഇവർക്ക് പരിക്കേൽക്കുന്ന സ്ഥിതിയുമുണ്ട്. വലിയ തരത്തിലുള്ള ഒരു സംഘർഷത്തിലേക്ക് ഈ പ്രതിഷേധം മാറുകയാണ്. വർഷ, ഷബീർ, നേരത്തെയൊക്കെ നാട്ടുകാർ ഈ ഒരു സംഭവവുമായി ബന്ധപ്പെട്ട് അധികൃതർക്ക് പരാതി നൽകിയിരുന്നെങ്കിലും ഒരു തരത്തിലുള്ള നടപടികളും സ്വീകരിച്ചിരുന്നില്ല. അപ്പോൾ ആ ഒരു സാഹചര്യത്തിലല്ലേ ഇപ്പോൾ ഈ അറവ് കേന്ദ്രത്തിന് തീടുന്ന നിലയിലേക്കൊക്കെ കാര്യങ്ങൾ എത്തിയത്? വർഷ, ഏതാണ്ട് 2019 ഈ അറവ് മാലിന്യ സംസ്കരണ കേന്ദ്രം ഇവിടെ പ്രവർത്തനം ആരംഭിക്കുന്നത്. പ്രവർത്തനം ആരംഭിച്ച് ഏറെ വൈകാതെ തന്നെ നാട്ടുകാരുടെ പ്രതിഷേധവും തുടങ്ങിയിരുന്നു. പ്രദേശത്ത് ജനജീവിതം ദുസ്സഹമാകുന്നു. ഇതിനകത്തു നിന്ന് വരുന്ന ദുർഗന്ധം, ഒപ്പം മറ്റു രോഗങ്ങൾ ഉൾപ്പെടെയുള്ളവ ഈ പ്രദേശവാസികൾക്ക് ഉണ്ടാകുന്നു. സമീപത്തെ പുഴ മലിനമാകുന്നു എന്നതടക്കം ഉന്നയിച്ചായിരുന്നു നാട്ടുകാർ വർഷങ്ങൾക്ക് മുമ്പ് ഈ അറവ് മാലിന്യ സംസ്കരണ കേന്ദ്രത്തിനെതിരെ പ്രതിഷേധം തുടങ്ങിയത്. പല നിലയ്ക്കുള്ള പ്രതിഷേധങ്ങൾ നടത്തി. ഇടയ്ക്ക് പറഞ്ഞതുപോലെ പ്രതിഷേധക്കാരുമായി ചർച്ച നടത്തും. താൽക്കാലികമായി അറവ് മാലിന്യ സംസ്കരണ കേന്ദ്രത്തിന്റെ പ്രവർത്തനം നിർത്തിവെക്കും. വീണ്ടും അധികൃതരുടെ അനുമതിയോടുകൂടി തന്നെ, ഇപ്പോൾ ജില്ലാ കളക്ടറുടെ അനുമതിയോടുകൂടിയാണ് നേരത്തെ നിർത്തിവെച്ച അറവ് മാലിന്യ സംസ്കരണ കേന്ദ്രം വീണ്ടും പ്രവർത്തനം ആരംഭിച്ചത്. പ്രവർത്തനം ആരംഭിക്കുമ്പോൾ സ്വാഭാവികമായും നാട്ടുകാരുടെ പ്രതിഷേധം തുടങ്ങുകയും ചെയ്യും. ആ നിലയ്ക്കാണ് ഇന്ന് മുതൽ അനിശ്ചിതകാല രാപ്പകൽ സമരം ഈ സമരസമിതി പ്രഖ്യാപിച്ചത്. ഇന്ന് മുതൽ ശക്തമായ പ്രതിഷേധം നടത്തുമെന്നായിരുന്നു നാട്ടുകാർ പറഞ്ഞത്, അല്ലെങ്കിൽ സമരസമിതി പറഞ്ഞത്. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് ഇതിന്റെ പ്രവർത്തനം അനുവദിക്കില്ല എന്ന നിലയ്ക്ക് തന്നെ നാട്ടുകാർ ഈ അറവ് മാലിന്യ സംസ്കരണ കേന്ദ്രത്തിന് മുന്നിൽ കുത്തിയിരുന്ന് പ്രതിഷേധിച്ചത്. വലിയ തരത്തിലുള്ള പോലീസ് സന്നാഹവും സ്ഥലത്ത് എത്തിയിട്ടുണ്ടായിരുന്നു. വൈകുന്നേരം വരെ നാട്ടുകാരുടെ പ്രതിഷേധം നീണ്ടു. അതിനുശേഷമാണ് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ അറവ് മാലിന്യ സംസ്കരണ കേന്ദ്രത്തിലൊരു വാഹനം ഇവിടേക്ക് വരികയും ഇത് പ്രതിഷേധക്കാർ തടയുകയും ഇതിന് നേരെ കല്ലേറുണ്ടാവുകയും ചെയ്തു. വാഹനം കല്ലെറിഞ്ഞ് പൊളിക്കുന്ന നിലയിലേക്ക് അക്രമാസക്തമായി. പോലീസുകാർക്കെതിരെയും പ്രതിഷേധക്കാർ കല്ലെറിഞ്ഞു. ഇതിനിടെയാണ് ഒരു സംഘം ഈ സംസ്കരണ കേന്ദ്രത്തിനകത്ത് കയറി തീയിടുന്ന സാഹചര്യവും ഉണ്ടായത്. ഇപ്പോൾ റൂറൽ SP അടക്കമുള്ള ഉന്നത പോലീസ് ഉദ്യോഗസ്ഥർ സ്ഥലത്തേക്ക് എത്തി. ഈ അറവ് മാലിന്യ സംസ്കരണ കേന്ദ്രത്തിന് തീയിട്ടതോടെ പോലീസ് ലാത്തി വീശിയൊപ്പം തന്നെ ടിയർ ഗ്യാസ് പ്രയോഗിച്ചു. ആ നിലയ്ക്ക് ഒരു സംഘർഷത്തിലേക്ക് ഈ പ്രതിഷേധം നീങ്ങി. ഇപ്പോഴും സംഘർഷാവസ്ഥ നിലനിൽക്കുന്നു. പ്രതിഷേധക്കാരെ ഇവിടെ നിന്ന് അറസ്റ്റ് ചെയ്ത് നീക്കാനുള്ള ശ്രമമാണ് പോലീസിന്റെ ഭാഗത്ത് നിന്ന് ഇനി ഉണ്ടാകുന്നത്. സ്വാഭാവികമായും വലിയ തരത്തിലുള്ള സംഘർഷത്തിലേക്ക് നീങ്ങും. സ്ത്രീകളും കുട്ടികളും ഉൾപ്പെടെയുള്ളവർ രാവിലെ മുതൽ ഈ സമരത്തിന്റെ ഭാഗമായി ഇവിടേക്ക് എത്തിയിട്ടുണ്ടായിരുന്നു. വലിയ തരത്തിലുള്ള സംഘർഷാവസ്ഥ ഇപ്പോൾ അവിടെ നിലനിൽക്കുന്നു. വർഷ, ഷബീറ, ഈ നാട്ടുകാർക്കെതിരെ, കാരണം സംഘർഷം അവിടെ രൂക്ഷമാണ്. 2019 തുടങ്ങിയ ഒരു പ്രശ്നമാണ്. അധികൃതർ യാതൊരു തരത്തിലുള്ള നടപടികളും സ്വീകരിച്ചില്ല. ഇപ്പോൾ വീണ്ടും ആ സംഘർഷം രൂക്ഷമാകുന്നു എന്നാണ് ദൃശ്യങ്ങളിൽ നിന്ന് മനസ്സിലാക്കുന്നത്. പോലീസ് മറ്റു നടപടികളിലേക്ക് കടന്നോ?
സ്വാഭാവികമായും പോലീസ് ഇപ്പോൾ പ്രതിഷേധക്കാരെ അറസ്റ്റ് ചെയ്ത് നീക്കാനുള്ള നടപടിയാണ് സ്വീകരിക്കുന്നത്. കാരണം രാവിലെ മുതൽ തന്നെ പോലീസ് പറയുന്ന നിലയ്ക്കുള്ള മുന്നറിയിപ്പ് നൽകുന്നുണ്ട്, നടപടി ഉണ്ടാകുമെന്ന മുന്നറിയിപ്പ് നൽകുന്നുണ്ട്, അറസ്റ്റ് ചെയ്ത് നീക്കുമെന്നതടക്കം പ്രതിഷേധക്കാരെ അറിയിക്കുന്നുണ്ട്. വൈകുന്നേരത്തോടെയാണ് ഒരു സംഘർഷത്തിലേക്ക് നീങ്ങിയത്. നേരത്തെ പറഞ്ഞതുപോലെ ഒരു വാഹനം എത്തി അത് തടയുന്നതുമായി ബന്ധപ്പെട്ടാണ് പെട്ടെന്ന് ഈ സമരം അക്രമാസക്തമായത്. പോലീസിന് നേരെ കല്ലെറിഞ്ഞു, താമരശ്ശേരി CI ഉൾപ്പെടെയുള്ള പോലീസുകാർക്ക് പരിക്കേറ്റു. ഇതിന് പിന്നാലെ സമരക്കാർ ഈ ഫാക്ടറിക്ക് തീയിട്ടു, മാലിന്യ സംസ്കരണ കേന്ദ്രത്തിന് തീയിട്ടു. പിന്നാലെ തന്നെ പോലീസിന്റെ നടപടിയും ആരംഭിച്ചു. ലാത്തിചാർജ് നടത്തി, ടിയർ ഗ്യാസ് പ്രയോഗിച്ചു. ഇപ്പോൾ പ്രതിഷേധക്കാരെ അറസ്റ്റ് ചെയ്ത് നീക്കാനുള്ള ശ്രമമാണ് പോലീസിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാകുന്നത്. ഇതിനിടെ പറയേണ്ട മറ്റൊരു കാര്യം, ഇന്ന് പുലർച്ചെ ഈ സമരസമിതി നേതാക്കളുടെ വീടുകളിൽ പോലീസിന്റെ പരിശോധന ഉണ്ടായിരുന്നു. അത് ഇന്നലെയാണ്, കഴിഞ്ഞ ദിവസമാണ് ഇത്തരത്തിൽ അനിശ്ചിതകാല സമരം നടത്തുമെന്ന് പ്രഖ്യാപിച്ചത്. ഇന്ന് പുലർച്ചെ സമരസമിതി നേതാക്കളുടെ വീട്ടിൽ പോലീസിന്റെ പരിശോധനയും ഉണ്ടായി. ഇതിൽ പോലീസ് പറയുന്നത് നേരത്തെയുള്ള ഒരു കേസുമായി ബന്ധപ്പെട്ടാണ്, അതായത് ഈ അറവ് മാലിന്യ സംസ്കരണ കേന്ദ്രത്തിലെ ജീവനക്കാരനെ മർദ്ദിച്ചു എന്നതടക്കമുള്ള കേസുമായി ബന്ധപ്പെട്ടാണ് ഈ പരിശോധന എന്നാണ് പോലീസ് പറഞ്ഞത്. ആ കേസിൽ നേരത്തെ 2 പേരെ പിടികൂടുകയും ചെയ്തിരുന്നു. ഇതിന് പിന്നാലെയാണ് ഇന്ന് പുലർച്ചെ ഈ സമരസമിതി നേതാക്കളുടെ വീടുകളിൽ പോലീസിന്റെ പരിശോധന ഉണ്ടായത്. എന്തായാലും പക്ഷേ സമരം ഈ പരിശോധനയ്ക്ക് ശേഷവും അനിശ്ചിതകാല സമരം ഇന്ന് രാവിലെ ആരംഭിച്ചു. ആ സമരമാണ് ഇപ്പോൾ ഒരു സംഘർഷത്തിലേക്ക് നീങ്ങിയിരിക്കുന്നത്. പോലീസിന്റെ നടപടി, ഇവർ അറസ്റ്റ് ചെയ്ത് നീക്കുന്ന നടപടി ഉണ്ടാകും. സ്വാഭാവികമായും പോലീസുമായി സംഘർഷം ഉണ്ടാകും. ആ നിലയ്ക്ക് ഒരു സംഘർഷാവസ്ഥ ഇപ്പോഴും ഈ അമ്പായത്തോട് ഈ അറവ് മാലിന്യ സംസ്കരണ കേന്ദ്രത്തിന് മുന്നിൽ നിലനിൽക്കുകയാണ്. വർഷ.